എല്ലാവർക്കും നമസ്കാരം. നിത്യാനന്ദ യോഗ കേന്ദ്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രമേഹ രോഗം വളരെ ഗൗരവമായി കാണേണ്ട ഒരു അവസ്ഥയാണ്. ഇത് കൂടുമ്പോൾ നമ്മുടെ നാഡീഞരമ്പുകളെയാണ് സാധാരണയായി ബാധിക്കാറ്. കൂടാതെ അകാല വാർദ്ധക്യത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കണ്ടു തുടങ്ങുകയും ചെയ്യും. ഇതിൽ നിന്ന് മോചനം കിട്ടുന്നതിനായി മുനിമാർ കണ്ടുപിടിച്ച യോഗമാർഗം ശീലിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. പ്രമേഹം നിയന്ത്രിക്കുന്നതിനായി 4ാമത്തെ ആഴ്ച പരിശീലിക്കേണ്ട ആസനങ്ങളും പ്രാണായാമവുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇതിനു മുന്നേയുള്ള വീഡിയോകളിൽ പറഞ്ഞ പോലെ തന്നെ മുൻ ക്ലാസ്സുകളിലെ ആസനങ്ങളും പ്രാണായാമങ്ങളും പരിശീലിച്ചതിന് ശേഷം ഈ ആഴ്ചത്തെ ആസനങ്ങളിലേക്കും പ്രാണായാമത്തിലേക്കും കടക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നതാണ് ധനുരാസനം. ഈ ആസനം ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും ചേർത്ത് വെച്ച് കമിഴ്ന്നു കിടക്കുക. അതിനുശേഷം കാലുകൾ രണ്ട് ഏകദേശം ഒരു 1.5 അടി അകലം വരുന്ന രീതിയിൽ അകത്തിയും വെക്കേണ്ടതാണ്. ഇനി ഇരു കാലുകളുടെയും മുട്ടുകൾ മടക്കുകയും മുട്ടിന് താഴേക്കുള്ള ഭാഗങ്ങൾ മടക്കി മുകളിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം. അതിനുശേഷം കൈകൾ പുറകോട്ട് കൊണ്ടുവന്ന് ഇരു കാലുകളുടെയും കുഴകളിൽ പിടിക്കുകയും ചെയ്യുക. സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കാലുകളുടെയും തുടകളും നെഞ്ചും തലയും തറയിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് വരേണ്ടതാണ്. ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തന്നെ ഇപ്പൊ പറഞ്ഞ അവയവങ്ങളെല്ലാം തന്നെ താഴ്ത്തി തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നെഞ്ചും തലയും കാൽത്തുടകളും മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരികയും ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തി തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക. ഈ രീതിയിൽ ഒരാഴ്ചയോളം പരിശീലിച്ചതിന് ശേഷം ധനുരാസനത്തിലേക്ക് കടക്കാവുന്നതാണ്. അതായത് ഇപ്പൊ നമ്മൾ ചെയ്ത അതേ രീതിയിൽ തന്നെ ഇരു കാലുകളുടെയും മുട്ടിന് മുകളിലേക്കുള്ള ഭാഗം മടക്കി കാലുകൾ ഉയർത്തിക്കൊണ്ടുവരികയും കൈകൾ കൊണ്ട് കാൽക്കുഴകളിൽ പിടിക്കുകയും ചെയ്യുക. അതിനുശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നെഞ്ചും തലയും അരയ്ക്ക് താഴേക്കുള്ള ഭാഗങ്ങളും അതായത് ഇരു കാലുകളുടെയും തുടകൾ മുതലുള്ള ഭാഗങ്ങൾ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുക. പറ്റുന്നത്ര സമയം ഈ നിലയിൽ തുടരാൻ ശ്രമിക്കുക. ഈ അവസ്ഥയിൽ ശ്വാസോച്ഛ്വാസം സാധാരണഗതിയിൽ മാത്രമായിരിക്കണം നടത്തേണ്ടത്. എത്രത്തോളം സമയം ഈ നിലയിൽ തുടരാൻ സാധിക്കുന്നുവോ അത്രത്തോളം സമയം തുടർന്നതിന് ശേഷം ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ഇരു കാലുകളുടെയും തുടകളും നെഞ്ചും തലയും താഴ്ത്തി തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് ശരീരഭാഗങ്ങൾ തറയിൽ പതിച്ചു വെക്കുന്ന സമയം എത്രത്തോളം പതിയെ ചെയ്യാൻ സാധിക്കുന്നുവോ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്പസമയത്തേക്ക് വേണമെങ്കിൽ വിശ്രമിക്കാവുന്നതാണ്. അതിനുശേഷം ഇതേ രീതിയിൽ തന്നെ 1-2 തവണ കൂടി ആവർത്തിക്കുക. ഈ ആസനത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത തന്നെ കുടവയറിന്റെ അന്തകൻ എന്നാണിത് അറിയപ്പെടുന്നത്. അതായത് കുടവയർ കുറയ്ക്കാൻ ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് ധനുരാസനം പരിശീലിക്കുന്നതാണ്. ഈ ആസനത്തിന്റെ പൂർണ്ണ അവസ്ഥ എന്ന് പറയുന്നത് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നെഞ്ചും തലയും കാൽത്തുടകളും മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുന്ന സമയം അടിവയർ മാത്രമേ തറയിൽ പതിഞ്ഞിരിക്കാൻ പാടുള്ളൂ. ആ രീതിയിൽ വരുന്നതായിരിക്കും ഈ ആസനത്തിന്റെ പൂർണ്ണ അവസ്ഥ. അപ്പോൾ ഈ രീതിയിലാണ് ധനുരാസനം പരിശീലിക്കുന്നത്. ഇന്ന് നമ്മൾ രണ്ടാമതായിട്ട് പരിശീലിക്കാൻ പോകുന്നതാണ് ശശാങ്ക ഭുജംഗാസനം. ഇത് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇരു കാലുകളുടെയും മുട്ടുകൾ മടക്കി പൃഷ്ഠഭാഗം കാലുകളുടെ ഉപ്പുറ്റിയിൽ വരുന്ന രീതിയിൽ നട്ടെല്ല് നിവർന്നിരിക്കുക. കൈകൾ രണ്ടും അതത് വശത്തെ കാൽമുട്ടുകളിൽ കമിഴ്ത്തിയും വെക്കേണ്ടതാണ്. സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തന്നെ ശരീരവും ഇരു കൈകളും മുന്നോട്ട് ആഞ്ഞു വരികയും കൈപ്പത്തികൾ രണ്ടും തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യണം. അതിനുശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം മുഴുവനായി മുന്നിലേക്ക് തള്ളി കൊണ്ടുവരേണ്ടതാണ്. ഇനി ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരം മുഴുവനായി പുറകിലേക്ക് വലിച്ചു കൊണ്ടുവരികയും പൃഷ്ഠഭാഗം കാലുകളുടെ ഉപ്പൂറ്റുകളിൽ വരുന്ന രീതിയിൽ
തറയിൽ പതിച്ചു വെച്ച് കിടക്കുകയും ചെയ്യുക. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ, ഇതിനു മുന്നേ ഉള്ള വീഡിയോകൾ കണ്ടവർക്കറിയാം, നമ്മൾ ഭുജംഗാസനം ചെയ്യുമ്പോൾ ഏതൊരു അവസ്ഥയിലായിരിക്കോ എത്തിച്ചേരുന്നത് അതേ പൊസിഷനിൽ തന്നെ ആയിരിക്കും ഇപ്പോൾ നമ്മൾ വരുന്നത്. പിന്നെ അതിൽ നിന്നുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഭുജംഗാസനം നമ്മൾ ആ വീഡിയോയിൽ പരിശീലിച്ചപ്പോൾ ഇരു കൈകളുടെയും മുട്ടുകൾ മടക്കി വെച്ചിരിക്കുന്ന രീതിയിലായിരുന്നു വരുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ഇരു കൈകളുടെയും മുട്ടുകൾ രണ്ടും മടങ്ങാതെ നേരെ വരുന്ന രീതിയിലായിരിക്കും പതിച്ചു വെക്കുന്നത്. ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശശാസനം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ആ രീതിയിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ്, അതായത് ശശാസനം അല്ലെങ്കിൽ ശശാങ്കാസനവും ഭുജംഗാസനവും കൂടെ കൂടി ചേർന്നുള്ള ഒരു അവസ്ഥയാണ് ഈ ആസനത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ശശാങ്ക ഭുജംഗാസനം എന്ന് പറയുന്നത്. ഈ ആസനം പരിശീലിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഭുജംഗാസനത്തിന്റെ പൊസിഷനിലേക്ക് വന്നാലും ശശാസനത്തിന്റെ പൊസിഷനിലേക്ക് വന്നാലും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് താഴെ തറയിൽ പതിച്ചു വെച്ചിരിക്കുന്ന ഇരു കൈകളുടെയും സ്ഥാനത്തിന് വ്യത്യാസമുണ്ടാവാൻ പാടില്ല. ആദ്യം എവിടെയാണോ കൈപ്പത്തികൾ രണ്ടും പതിച്ചു വെച്ചിരിക്കുന്നത് അതേ അവസ്ഥയിൽ തന്നെ ആയിരിക്കണം ശരീരം മുന്നോട്ട് കൊണ്ടുവന്ന് ഭുജംഗാസനം ചെയ്യുമ്പോഴും, അതേപോലെ തന്നെ ശരീരം പുറകോട്ട് കൊണ്ടുവന്ന് ശശാസനത്തിലേക്ക് അല്ലെങ്കിൽ ശശാങ്കാസനത്തിന്റെ പൊസിഷനിലേക്ക് എത്തിച്ചേരുമ്പോഴും കൈപ്പത്തികളുടെ സ്ഥാനം വരേണ്ടത്. അപ്പൊ ഈ രീതിയിൽ 8-10 തവണ ആവർത്തിക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് പൂർണ്ണ ശശാങ്കാസനം പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളുടെയും മുട്ടുകൾ മടക്കി പൃഷ്ഠഭാഗം കാലുകളുടെ ഉപ്പുറ്റിയിൽ വരുന്ന രീതിയിൽ നട്ടെല്ല് നിവർന്നിരിക്കുക. കൈപ്പത്തികൾ രണ്ടും അതത് വശത്തെ കാൽമുട്ടുകളിൽ കമിഴ്ത്തിയും വെക്കേണ്ടതാണ്. ഇനി ഇരു കൈകളും ശരീരത്തിന് പുറകുവശത്തേക്ക് കൊണ്ടുവരികയും കൈവിരലുകൾ പരസ്പരം കോർത്തു പിടിക്കുകയും ചെയ്യണം. അതിനുശേഷം ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരം മുന്നോട്ട് കൊണ്ടുവരികയും തലയുടെ നെറുക തറയിൽ മുട്ടുന്ന രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ പൃഷ്ഠഭാഗം കാലുകളിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരികയും പുറകിലേക്ക് കൊണ്ടുവന്ന് കോർത്തു പിടിച്ചിരിക്കുന്ന ഇരു കൈകളും നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടതാണ്. ഈ ആസനത്തിന്റെ പൂർണ്ണ അവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോൾ കോർത്തു പിടിച്ചിരിക്കുന്ന ഇരു കൈകളും തറയ്ക്ക് ലംബമായിട്ടായിരിക്കണം വരേണ്ടത്. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നവർ ആ രീതിയിൽ ചെയ്യുക. അല്ലാത്ത ആളുകൾക്ക് എത്രത്തോളം ചെയ്യാൻ സാധിക്കുന്നുവോ അത്രത്തോളം മാത്രം ചെയ്താൽ മതിയാകും. ഒരാസനം പോലും ബുദ്ധിമുട്ടിയോ കഷ്ടപ്പെട്ടോ അതിന്റെ പൂർണ്ണ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. അവനവന് എത്രത്തോളം ചെയ്യാൻ സാധിക്കുന്നുവോ അത്രത്തോളം മാത്രം ചെയ്താൽ മതിയാകും. ഈ നിലയിൽ നിന്നുകൊണ്ട് ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ്. പറ്റുന്നത്ര സമയം ഈ നിലയിൽ തുടരാൻ ശ്രമിക്കുക. ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് പൃഷ്ഠഭാഗം കാലുകളുടെ ഉപ്പുറ്റികളിൽ കൊണ്ടുവന്ന് വെക്കുകയും കൈകൾ മുന്നോട്ട് കൊണ്ടുവന്ന് വെച്ച് വിശ്രമിക്കുകയും ചെയ്യാവുന്നതാണ്. വീണ്ടും ഇതേ രീതിയിൽ തന്നെ 1-2 തവണ കൂടി ആവർത്തിക്കുക. ഒന്നും കൂടി പറയാം. ഇരു കൈകളും ശരീരത്തിന് പുറകിലേക്ക് കൊണ്ടുവരികയും വിരലുകൾ പരസ്പരം കോർത്തു പിടിക്കുകയും ചെയ്ത ശേഷം ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരം മുന്നോട്ട് കൊണ്ടുവന്ന് തല കുനിച്ചുകൊണ്ടുവന്ന് നെറുക തറയിൽ മുട്ടിച്ചു വെക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ പൃഷ്ഠഭാഗം കാലുകളിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരികയും ഇരു കൈകളും തറയ്ക്ക് ലംബമായി വരുന്ന രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. ഈ രീതിയിൽ പറ്റുന്നത്ര സമയം തുടരുകയും ബുദ്ധിമുട്ട് തോന്നുമ്പോൾ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുക. ഇങ്ങനെ 1-2 തവണ കൂടി ആവർത്തിക്കുക. ഇനി അടുത്തതായിട്ട് ഷഡ്പദാസനം പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളുടെയും മുട്ടുകൾ മടക്കി പൃഷ്ഠഭാഗം കാലുകളുടെ ഉപ്പുറ്റിയിൽ വരുന്ന രീതിയിൽ നട്ടെല്ല് നിവർന്നിരിക്കുക. അതിനുശേഷം ഇരു കൈപ്പത്തികളും ശരീരത്തിന്റെ ഇരുവശങ്ങളിലുമായി തറയിൽ പതിച്ചു വെക്കേണ്ടതാണ്. ഇനി പൃഷ്ഠഭാഗം അല്പം ഉയർത്തുകയും വലതുകാൽ കഴിയുന്നത്ര പുറകിലേക്ക് വലിച്ചു നീട്ടി വെക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഈ അവസ്ഥയിൽ നട്ടെല്ല് നിവർന്നിരുന്ന ശേഷം തല കഴിയുന്നത്ര പുറകിലേക്ക് വലിച്ചു പിടിക്കുകയും ഈ നിലയിൽ ഇരുന്നു കൊണ്ട് കഴിയുന്നത്ര സമയം ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതുമാണ്.
എത്രത്തോളം സമയം ഈ നിലയിൽ തുടരാൻ സാധിക്കുന്നുവോ അത്രത്തോളം സമയത്തേക്ക് തുടരാവുന്നതാണ്. ബുദ്ധിമുട്ട് തോന്നുമ്പോൾ പൃഷ്ഠഭാഗം ഉയർത്തിക്കൊണ്ടുവരികയും പുറകിലേക്ക് നീട്ടിവെച്ചിരിക്കുന്ന വലതുകാൽ മുന്നോട്ട് കൊണ്ടുവന്ന് പൃഷ്ഠഭാഗം കാലുകളിൽ വരുന്ന രീതിയിൽ കൊണ്ടുവന്ന് വെച്ച് വിശ്രമിക്കുകയും ചെയ്യുക. അല്പസമയത്തെ വിശ്രമത്തിന് ശേഷം വലതുകാൽ ചെയ്ത അതേ രീതിയിൽ തന്നെ ഇടതുകാൽ കൊണ്ടും ചെയ്യേണ്ടതാണ്. അതായത് പൃഷ്ഠഭാഗം അല്പം ഉയർത്തുകയും ഇടതുകാൽ കഴിയുന്നത്ര പുറകിലേക്ക് നീട്ടിവെക്കുകയും ചെയ്യുക. അതിനുശേഷം ഈ അവസ്ഥയിൽ നട്ടെല്ല് നിവർന്നിരുന്ന ശേഷം ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ്. ഈ നിലയിലും കഴിയുന്നത്ര സമയം തുടരുകയും ബുദ്ധിമുട്ട് തോന്നുമ്പോൾ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുക. ഇനി ഇതേ രീതിയിൽ തന്നെ ഇരു കാലുകളും മാറി മാറി 3-4 തവണ കൂടി ആവർത്തിക്കുക. പ്രമേഹം നിയന്ത്രിക്കുന്നതിനായി 4-ാമത്തെ ആഴ്ച പരിശീലിക്കേണ്ട ആസനങ്ങളായിരുന്നു ഇത്രയും നേരം നമ്മൾ പരിചയപ്പെട്ടത്. ഇനി നമുക്ക് ഈ ആഴ്ച പരിശീലിക്കേണ്ട പ്രാണായാമം എന്തെന്ന് നോക്കാം. അനുലോമ വിലോമ പ്രാണായാമമാണ് ഇന്ന് നമ്മൾ പരിശീലിക്കാൻ പോകുന്നത്. ഇത് ചെയ്യുന്നതിനായിട്ട് സുഖമായി നട്ടെല്ല് നിവർന്നിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഓരോരുത്തരും തിരഞ്ഞെടുക്കുക. ഞാൻ ഇന്നിവിടെ പത്മാസനമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പത്മാസനം ചെയ്യാൻ പറ്റുന്നവർ ആ രീതിയിൽ ഇരിക്കുക. അല്ലാത്തവർക്ക് സാധാരണ രീതിയിൽ ചമ്രം പടിഞ്ഞിരിക്കാവുന്നതാണ്. അതും അല്ലെങ്കിൽ അർദ്ധപത്മാസനത്തിലോ വജ്രാസനത്തിലോ അവനവന് ഏത് രീതിയിലാണോ ഇരിക്കാൻ സാധിക്കുന്നത് ആ രീതി തിരഞ്ഞെടുക്കുക. അതിനുശേഷം വലത് കൈ നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ചൂണ്ടുവിരലും നടുവിരലും മടക്കി വെക്കുകയും ചെയ്യേണ്ടതാണ്. ഇനി ഇടത് കൈ ഇടതുകാലിന്റെ മുട്ടിൽ മലർത്തി വെക്കുകയും തള്ളവിരലും ചൂണ്ടുവിരലും പരസ്പരം ചേർത്ത് പിടിക്കുകയും ചെയ്യുക. ചിന്മുദ്ര എന്നാണ് ഇതിനെ പറയുന്നത്. ഈ രീതിയിൽ നട്ടെല്ല് നിവർന്നിരുന്ന ശേഷം തള്ളവിരൽ കൊണ്ടുവന്ന് മൂക്കിന്റെ വലത്തെ ദ്വാരം അടച്ചു പിടിക്കുകയും മൂക്കിന്റെ ഇടത്തെ ദ്വാരത്തിൽ കൂടി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്യുക. അതിനുശേഷം ചെറുവിരലും മോതിരവിരലും കൊണ്ടുവന്ന് മൂക്കിന്റെ ഇടത്തെ ദ്വാരം അടച്ചു പിടിക്കുകയും ശ്വാസം അല്പസമയം ഉള്ളിൽ തന്നെ പിടിച്ചു നിർത്തുകയും ചെയ്തതിനു ശേഷം മൂക്കിന്റെ വലത്തെ ദ്വാരത്തിൽ നിന്ന് തള്ളവിരലെടുത്ത് മാറ്റി ആ ദ്വാരത്തിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുക. ഇനി അതേ ദ്വാരത്തിൽ കൂടി തന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും തള്ളവിരൽ കൊണ്ടുവന്ന് മൂക്കിന്റെ വലത്തെ ദ്വാരം അടച്ചു പിടിക്കുകയും അല്പസമയത്തേക്ക് ശ്വാസം ഉള്ളിൽ തന്നെ പിടിച്ചു നിർത്തുകയും ചെയ്യേണ്ടതാണ്. അതിനുശേഷം ചെറുവിരലും മോതിരവിരലും മൂക്കിന്റെ ഇടത്തെ ദ്വാരത്തിൽ നിന്ന് എടുത്ത് മാറ്റി ശ്വാസം ആ ദ്വാരത്തിലൂടെ പുറത്തേക്ക് വിടുക. ഇപ്പോൾ ഒരു പ്രാണായാമം പൂർത്തിയായി. ഇതേ രീതിയിൽ 8-10 തവണ ആവർത്തിക്കാവുന്നതാണ്. ആദ്യത്തെ ഒരാഴ്ചയോളം ഒരു 8 തവണ പരിശീലിച്ചതിന് ശേഷം മുന്നോട്ട് ഓരോ ദിവസങ്ങൾ ചെല്ലും തോറും പ്രാണായാമത്തിന്റെ എണ്ണം കൂട്ടിക്കൊണ്ടുവരാവുന്നതാണ്. ഇത്രയും ആസനങ്ങളും പ്രാണായാമവും പരിശീലിച്ചതിന് ശേഷം ശവാസനം ചെയ്തു മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ. പ്രമേഹം നിയന്ത്രിക്കുന്നതിനായി 4-ാമത്തെ ആഴ്ച പരിശീലിക്കേണ്ട ആസനങ്ങളും പ്രാണായാമവുമായിരുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത്. ഓരോ ആസനങ്ങളും അതേപോലെ തന്നെ പ്രാണായാമവും പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് എല്ലാവർക്കും വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. 5-ാമത്തെ ആഴ്ച പരിശീലിക്കേണ്ട ആസനങ്ങളും പ്രാണായാമവുമായി അടുത്ത ആഴ്ച നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.